പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. കുഞ്ഞി. കാറിൽ ചാരിയെന്ന് ഫോണിൽ നോക്കുന്ന ഡേവിഡിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നുമുള്ള സ്വരം കേട്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി. കണ്ണുകൾ നിറഞ്ഞു തുരുട്ടി. തിരിഞ്ഞു നോക്കിയ മിത്ര കണ്ടു. നിറകണ്ണുകളോട് അവളെ നോക്കി നിൽക്കുന്ന കീർത്തിയെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടത്തി. വിരുമ്പലോട് അതും വിളിച്ച് മിത്ര ഓടിപ്പോയി കീർത്തിയെ കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കരയുന്നത് കണ്ട് കാറിന്റെ അടുത്ത് നിന്ന് ഡേവിഡ് കാര്യം അറിയാതെ അവരെ തന്നെ നോക്കി നിന്നു. കുഞ്ഞി, എന്തിനാ കരയുന്നേ? ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കീർത്തി ഭിത്തിയിൽ നിന്ന് മടന്നു മാറിക്കൊണ്ട് കീർത്തി ചോദിച്ചു. അമ്മാവക്ക് സുഖാണ് ഏട്ടത്തി? നീ പോയത് പിന്നെ എന്നും കരച്ചില്ല. ഇപ്പൊ ആ വീട് പഴയ പോലെയല്ല. ആരിപ്പോ പരസ്പരം മിണ്ടാറ് പോലുമില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടത്തി. അന്ന് രാത്രി ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് എനിക്കറിയില്ല. ആരെനിക്ക് പറയാനുള്ളതൊന്നും കേട്ടില്ല. മേത്ര ഏങ്ങിക്കൊണ്ട് പറഞ്ഞു. അപ്പോ ആ ലെറ്റർ എഴുതിയത് നീ അല്ല? ലെറ്ററോ? ഏട്ടത്തി എന്തേ പറയുന്നത്? അന്ന് രാവിലെ നിന്നെ കാണാനില്ലാതെ നിന്റെ റൂമിൽ തിരിഞ്ഞപ്പോ ഒരു ലെറ്റർ കിട്ടിയിരുന്നു. അതിൽ നീ നിനക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ പോവുകയാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ നീ ആളുടെ കൂടെ വന്നപ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു സാറ്, അല്ലാതെ ഒന്നുമില്ല. വ്യാസ് അവനല്ലായിരുന്നു ഞാൻ സ്നേഹിച്ചത്. പിന്നെ എന്തിനു ഞാൻ? ബാക്കി പറയാനാകാതെ മിത്ര മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. ഓട്ടെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാനായിരിക്കും വിധി. എന്നിട്ട് നീ ആ സാറിന്റെ കൂടെ തന്നെയാണ് താമസം? കീർത്തി മിത്രയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചതും മിത്ര കണ്ണു തുടച്ചുകൊണ്ട് ആദ്യം തലയാട്ടി. അവിടെയുള്ളവർക്കൊക്കെ എങ്ങനെയാ നിന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടോ? അവിടെയുള്ളവരൊക്കെ പാവാണ്. എനിക്കൊരു അപ്പച്ചനെയും ഒരു അനിയന്മാരെയും കിട്ടി. അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് തെളിച്ചത്തിൽ നിന്നും തന്നെ കീർത്തിക്ക് മനസ്സിലായിരുന്നു അവൾക്ക് അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാന്ന്. അപ്പേ ഏട്ടായിമാരെയും പോലെയല്ല. എൻ്റെ മുഖമൊന്ന് മാറിയ അവർക്ക് മനസ്സിലാകും. പക്ഷെ സ്വന്തം രക്തത്തിന് ഇത്രയും കൊല്ലമായിട്ടും അതിന് പറ്റിയില്ല. അപ്പാവിടെയും ഏട്ടന്മാരുടെയും എല്ലാം സ്നേഹം കണ്ട് ഞാൻ ഒരുപാട് അഹങ്കരിച്ചിരുന്നു. അതിന് ദൈവം നിന്ന അടിയായിരിക്കും ഇത്. മിത്ര വേദനയോടെ പറഞ്ഞു നിർത്തി. വ്യാസ്, അവനോട് ഇപ്പോഴും നിനക്ക് ഇഷ്ടമുണ്ടോ? കീർത്തിയുടെ ചോദ്യം കേട്ടത് മിത്രയിൽ പുച്ഛവും വേദനയും നിറഞ്ഞൊരു ചിരി പിരിഞ്ഞു. ഇല്ല എടുത്തി, അവരെയൊക്കെ ഞാൻ വെറുത്തു പോയി. അവനും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അന്നവൻ പറഞ്ഞത് മുഴുവനും ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. 3-4 വർഷം ആത്മാർത്ഥമായി പ്രണയിച്ചതല്ല ഞാൻ അവനെ. അന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞിരുന്നു നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. എന്നിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ സാറിനെ താലി കെട്ടിയത്? മിത്രത് പറഞ്ഞു കഴിഞ്ഞതും കീർത്തിയുടെ ഫോൺ റിങ് ചെയ്തതും ഒപ്പമായിരുന്നു. സ്ക്രീനിൽ നോക്കിയതും അവളുടെ മുഖത്ത് ഭയം നിറഞ്ഞു. നിന്റെ വല്യേട്ടനാണ്. 1-ാം തീയതി ആയതുകൊണ്ട് നീ ഇന്ന് ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആരും അറിയാതെ വന്നതാ ഞാൻ. നിന്നെ കാണാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ് വിലക്കിയതാ. ഏട്ടത്തി പൊക്കോ, ഇനി നിന്ന് അവർക്ക് സംശയം തോന്നും. മിത്ര പറഞ്ഞത് കേട്ട് കീർത്തി വേഗം കാറിന്റെ പിൻസീറ്റിൽ നിന്നും ഒരു കുഞ്ഞു ബാഗ് പുറത്തെടുത്തു. നിന്റെ സർട്ടിഫിക്കറ്റും ബുക്സും ഫോണും ചിലങ്കി എല്ലാം ഇതിലുണ്ട്. ഇനി ഞാൻ പോട്ടെ. അറിയാലോ നിന്റെ ഏട്ടന്മാരുടെ സ്വഭാവം. അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ വരാം. ശരി ഏട്ടത്തി. അമ്മാവോട് പറയണം എനിക്ക് കുഴപ്പമൊന്നുമില്ല. കരഞ്ഞു വെറുതെ അസുഖമൊന്നും വരുത്തി വെക്കരുതെന്ന്. ശരി. അത് പറഞ്ഞ് മിത്രയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് കീർത്തി പോയതും മിത്ര നിറഞ്ഞ കണ്ണുകൾ ഒപ്പി കയ്യിലുള്ള കുഞ്ഞു ബാഗ് മുറുകെ പിടിച്ച് ഡേവിഡിന്റെ അടുത്തേക്ക് നടന്നു. അതേ, വീടെത്തി. വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ടും എന്തൊക്കെയോ ആലോചിച്ച് ഏതോ ലോകത്തുന്ന പോലെ ഇരിക്കുന്ന മിത്രയെ തട്ടി വിളിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും അവളൊന്നും ഞെട്ടി അവനെ നോക്കി. പിന്നൊന്നും മിണ്ടാതെ വേഗം ബാഗും എടുത്ത് ഡോർ തുറന്നുള്ളിലേക്ക് നടന്നു. അല്ല, ഇതെന്താ പോയ പോലെ എല്ലാം വരവ്? എന്തൊരെഴുതി? ഉമ്മറത്ത് പത്രവും വായിച്ചിരുന്ന ഡാനി മിത്രയുടെ മുഖം കണ്ട് ചോദിച്ചു. അതെ, ഡെന്നിച്ചൻ പറഞ്ഞ് ശരിയാ. എന്ത് പറ്റി? ഈ ബാഗ് എഴുതിട്ടി? ഉമ്മറത്ത് അരവിത്തിയിലിരുന്ന് ഫോണിൽ കളിക്കുന്ന കുഞ്ഞൂട്ടൻ ചോദിച്ചു. എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നതാ. എൻ്റെ ബുക്കും സർട്ടിഫിക്കറ്റും മറ്റുമാണ്. ഏടത്തിയെ കണ്ട സന്തോഷത്തിൽ ചേട്ടത്തി കരഞ്ഞിട്ടുണ്ടാവൂലേ? ശരിക്കും എന്നാരോ ചതിച്ചതാ. അല്ലാതെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ചതിച്ചോ? ആര്? എന്തിന്? ഡാനിയും കുഞ്ഞിട്ടും സംശയത്തിൽ ചോദിച്ചു. ആരാണെന്നൊന്നും എനിക്കറിയില്ല. അല്ലാതെ എൻ്റെ വീട്ടിൽ ഉറങ്ങാൻ കിടന്ന് ഞാൻ അവിടെ എത്തിയില്ലേ. അതുമല്ല, അവർക്കെൻ്റെ റൂമിൽ നിന്ന് എൻ്റെ കൈപ്പിടിയിലുള്ളൊരു കത്തും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആരോ അറിഞ്ഞുകൊണ്ട് ചേർത്തിക്കിട്ട് പണി തന്നതാണല്ലേ? ഡാനി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് ചേട്ടത്തിയുടെ കാമുകനാണെങ്കിലോ? കുഞ്ഞൂട്ടിനെ എന്തോ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു. ഏയ് നോ,
വ്യാസ് അങ്ങനെയൊന്നും ചെയ്യില്ല. അതുകൊണ്ട് എന്ത് നേട്ടാ അവന്? എൻ്റെ ചേട്ടത്തി, ഇപ്പം ആരെയും കണ്ണും പൊടി വിശ്വസിക്കാൻ പറ്റാത്ത കാലാണ്. എന്നാലും വ്യാസ് അങ്ങനെയൊന്നും ചെയ്യില്ല, അതെനിക്ക് ഉറപ്പാ. ഇതിന് പിന്നിൽ മറ്റാരോ ആണ്. മിത്ര ഉറപ്പോടെ പറഞ്ഞതും അവർ പിന്നെ ആ വിഷയത്തിൽ കൂടുതലൊന്നും പറഞ്ഞില്ല. പഴയ സിം കളഞ്ഞ് മിത്ര കുഞ്ഞുട്ടിൻ്റെ സഹായത്തോടെ പുതിയൊരു സിം എടുത്ത് അവളുടെ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ. മറുപുറത്തു നിന്നുള്ള ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ. ഇടർച്ചയോടെ അവൾ വിളിച്ചതും മോഹിനിയുടെ കണ്ണുകൾ നിറഞ്ഞു. കണ്ണേ. കരച്ചിലോടെ അവൾ വിളിച്ചു. അഴാതമ്മ, എനിക്ക് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. എല്ലാമേ കീർത്തി ചൊല്ലിട്ടിരിക്കും എന്നോട്. മിത്ര പാതി മലയാളത്തിലും തമിഴിലും സംസാരിക്കുന്നത് കണ്ട് കുഞ്ഞുട്ടൻ വാതുറന്ന് അവളെ നോക്കിയിരുന്നു. കുറച്ചു നേരം മമ്മിയോട് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ വെച്ചപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? മുഖം അമർത്തി തുടച്ച് നോക്കിയതും തന്നെ നോക്കിയിരിക്കുന്ന കുഞ്ഞുട്ടനെ കണ്ട് മിത്ര ചോദിച്ചു. അല്ല, ചേട്ടത്തിക്ക് തമിഴ് അറിയോ? എൻ്റെ 3 വയസ്സ് വരെ ഞങ്ങൾ തമിഴ്നാട്ടിലുള്ള കുംഭകോണത്തിലായിരുന്നു. ആ ഇടക്ക പാപ്പ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസ് വളരാൻ തുടങ്ങിയതും അപ്പാവക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അമ്മ അതൊക്കെ അധികം മലയാളം അറിയില്ല, പറയാനറിയില്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാകും. 3 വയസ്സ് മുതൽ ഇവിടെ വളർന്നത് കൊണ്ട് തന്നെ എനിക്ക് തമിഴിനേക്കാൾ ഇഷ്ടം മലയാളമായിരുന്നു. അതോട് അധികം മലയാളത്തിൽ തന്നെ ഞാൻ സംസാരിക്കാറ്. ഓഹോ, അപ്പം അണ്ണി കമ്മോണ്ടിയർ, നമുക്ക് കൊഞ്ചം വേല ഇருக்கு. അത് പറഞ്ഞ് കുഞ്ഞൂട്ടൻ അലക്കാനുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നതും ഒരു ദീർഘനിശ്വാസം വിട്ട് കുഞ്ഞൂട്ടിൻ്റെ കൂടെ പിന്നാമ്പുറത്തേക്ക് നടന്നു. നാളെ മുതലാണ് സെയിം ബ്രേക്ക് കഴിഞ്ഞ് കോളേജ് തുടങ്ങുന്നത്. ഐസക്ക് മിത്രയോട് കോളേജിൽ പോകാൻ പറഞ്ഞുവെങ്കിലും മിത്രയ്ക്ക് അതിൽ വലിയ താല്പര്യം തോന്നിയില്ല. കാരണം ആ കോളേജിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വ്യാസും വർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം മിത്ര മടിപിടിച്ചിരുന്നുവെങ്കിലും ഇവരെ കഷ്ടപ്പെടുത്താതെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്നുള്ളത് കൊണ്ട് അവസാനം അവൾ കോളേജിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. കോളേജിൽ പോകുന്ന കാര്യം ഡേവിഡിനോട് പറയാൻ വേണ്ടി ഐസക്ക് പറഞ്ഞു വിട്ടതാണ് മിത്രയെ. സൂപ്പർ മാർക്കറ്റിൽ നിന്നും വന്നിട്ട് ഒത്തിരി നേരമായെങ്കിലും ഇതുവരെ അവനെ കാണാതെ ക്ഷമ നശിച്ച മിത്ര മുറിക്കുള്ളിൽ അവൻ്റെ റൂമിലേക്ക് നടന്നു. ഡേവിഡിന്റെ മുറിയിലേക്ക് കയറിയതും അവൾ ചുറ്റും നോക്കിയെങ്കിലും റൂമിലൊന്നും അവനില്ലായിരുന്നു. അടുക്കും ചിട്ടിയോടുമുള്ള ആ മുറിയിൽ അവളുടെ കണ്ണുകൾ ഒന്നുകൂടി ഒഴുകി നടന്നു. ശരിക്കും അവൾക്ക് അത്ഭുതമായിരുന്നു. ഈ വീടിന്റെ ഓരോ മുക്കും മൂലയും കണ്ടാൽ 4 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടാണെന്ന് പറയില്ല. കാരണം എല്ലാം അത്രയും വൃത്തിയോടും അടുക്കും ചിട്ടിയോടെയാണ് കൊണ്ടു നടക്കുന്നത്. മിത്ര റൂമിൽ ഡേവിഡിനെ കാണാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കൈരിയും കൊടുത്ത് തോർത്തുകൊണ്ട് തലതൊടിച്ച് അവൻ ഉള്ളിലേക്ക് കയറി വന്നത്. ആദ്യം തന്നെ അവളുടെ മിഴികൾ ഉടക്കിയത് രോമാവൃതമായ നെഞ്ചിൽ പറ്റി കിടക്കുന്ന കുരിശുമാലയിലായിരുന്നു. റൂമിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂമില്ല. മുകളിലെ നിലയിൽ ഹാളിൽ കോമൺ ആയിട്ടൊന്നും താഴത്തെ നിലയിൽ മാത്രമേ ഉള്ളൂ ഒന്നും. അതുകൊണ്ട് പുറത്തുനിന്ന് ഫ്രഷായി വന്ന ഡേവിഡ് പെട്ടെന്ന് റൂമിൽ നിൽക്കുന്ന മിത്രയെ കണ്ടെന്ന് അമ്പരന്നു. താനെന്താണ് ഇവിടെ? മിത്രയെ പെട്ടെന്ന് കണ്ട് ഞെട്ടൽ മാറിയതും കയ്യിലുള്ള തോർത്തുകൊണ്ട് ദേഹം ഒന്ന് മറച്ചുകൊണ്ട് ഡേവിഡ് അവളുടെ ആയി ചോദിച്ചു. എന്നാൽ അവനെ തന്നെ മിഴിവെട്ടാതെ നോക്കി നിന്നവൾ അതൊന്നും കേട്ടിരുന്നില്ല. ഡോ ദേവാ. പെട്ടെന്നുള്ള ഡേവിഡിന്റെ വിളി കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി. അപ്പോഴേക്ക് ഡേവിഡ് ഒരു ബനിയൻ എടുത്തിട്ടിരുന്നു. ഇത്രയും നേരം അവനെ തന്നെ നോക്കി നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി എന്ന് കണ്ടതും മിത്ര അവനെ പല്ലിളിച്ച് കാണിച്ച് അവിടുന്ന് ഇറങ്ങി ഓടാൻ നിന്നതും ഡേവിഡ് പിന്നീന്ന് വിളിച്ചിരുന്നു. അതേ, താനെന്തിനാ വന്നത്? ഡേവിഡ് ചോദിച്ചപ്പോഴാണ് മിത്രക്ക് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. അത് പിന്നെ അപ്പച്ചൻ എന്നോട് നാളെ മുതൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മിത്ര പറഞ്ഞത് കേട്ട് ഡേവിഡ് അതിനിപ്പോൾ എന്താന്ന രീതിയിൽ അവളെ നോക്കി. എനിക്ക് കോളേജിലേക്ക് പോകണ്ട, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട്. അതെന്താ? അത് പിന്നെ വ്യാസ് അവനുണ്ടാകും. ലുക്ക് ദേവാ, താൻ അവനുണ്ടെന്ന് കരുതി കോളേജിൽ എന്തിനു പോകാതിരിക്കണം? നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുള്ള കാലം വരെ നീ അവരുടെ മുന്നിൽ പോകാൻ മടിക്കരുത്. നിന്നെ തെറ്റുകാരിയാക്കി മുദ്രകുത്തിൽ പുറത്താക്കിയവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടത്. അതുകൊണ്ട് നാളെ മുതൽ കോളേജിൽ പോയി തുടങ്ങണം. ഇവിടെ ഇരുന്ന് പഠിക്കലൊന്നും വേണ്ട. ഡേവിഡ് പറഞ്ഞത് ശരിയാണെന്ന് മിത്രക്കും തോന്നി. ചേട്ടത്തി ഇവിടെ നിൽക്കണം, ഞാൻ എവിടെയൊക്കെ നോക്കി. വേഗം വാ, അപ്പച്ചൻ കടയിൽ നിന്ന് നല്ല പരിപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. വേഗം വാ, ഇല്ലില്ല ഡെന്നിച്ചൊക്കെ തിന്നു. അങ്ങോട്ട് വന്ന കുഞ്ഞൂട്ടൻ മെത്തിയോടായി പറഞ്ഞതും പരിപ്പോളന്ന് കേട്ടതും അവളുടെ വായിൽ വെള്ളം വന്നിരുന്നു. ചേട്ടായി വേണേ വേഗം വന്നോ, ഇല്ലേ ഞങ്ങൾ തിന്നുവേ. മിത്രയുടെ കയ്യും പിടിച്ച് താഴേക്ക് ഓടുന്നതിനിടയിൽ കുഞ്ഞൂട്ടൻ ഡേവിഡിനോടായി വിളിച്ചു പറഞ്ഞതും ചിരിയോടെ ഡേവിഡും താഴേക്ക് പോയി. പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് പോകാൻ റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മിത്രയുടെ ഉള്ളിൽ ഡേവിഡ് താലി ഊരിക്കളയാൻ പറഞ്ഞതായിരുന്നു. ആഗ്രഹിച്ചവന്റെ താലി അല്ലാഞ്ഞിട്ട് കൂടി എന്തോ അവൾക്കത് അടിച്ചു കളയാൻ തോന്നിയില്ല. ഒരുപക്ഷെ
അത് ആ താലിക്ക് കൊടുക്കുന്ന മഹാത്മ്യം കൊണ്ടാവാം ഡേവിഡ് അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്കത് അംഗീകരിക്കാൻ പറ്റാതെ വന്നത്. അതാരും കാണാതിരിക്കാൻ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു. സ്കാർഫ് ചെയ്ത് ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഐസക്ക് നേരത്തെ തന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരുന്നു. മിത്ര എത്തുമ്പോൾ എല്ലാവരും പോകാൻ റെഡിയായിട്ടുണ്ടായിരുന്നു. കാറിലായിരുന്നു പോയത്. ഡ്രൈവിംഗ് സീറ്റിൽ ഡേവിഡും കോ ഡ്രൈവിംഗ് സീറ്റിൽ ഡാനിയുമായിരുന്നു. ഇരുവരും എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മിത്രയും കുഞ്ഞുണ്ണും പുറകിൽ കയറി എന്തൊക്കെയോ തള്ളി മറിക്കുന്നുണ്ട്. ഹൈസ്കൂളിന്റെ ഗേറ്റിന് മുന്നിലെത്തിയതും ഡേവിഡ് കാർ സൈഡാക്കിയതും കുഞ്ഞുട്ടിന്റെ ബാഗും എടുത്ത് എല്ലാവരും യാത്ര പറഞ്ഞു പോയി. കുഞ്ഞുട്ടൻ പോയതും മിത്രയ്ക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി. ഡാനി ഫോണിൽ മുഖം പോയി തിരിപ്പാണ്. ഡേവിഡ് ആണെങ്കിൽ സ്റ്റീരിയോയിലൂടെ വരുന്ന പാട്ടും ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. മിത്രയെ സംബന്ധിച്ച് 5 മിനിറ്റ് വാഴച്ചിരിക്കുക എന്നത് വല്ലാത്ത പ്രയാസമുള്ള കാര്യമാണ്. അവരുടെ കോളേജിന്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലെത്തിയതും ഡേവിഡ് ആരും ഒന്നും അറിയാതിരിക്കാൻ മിത്രയെ അവിടെ ഇറക്കി വിട്ടു. എന്നെ കെട്ടിക്കൊണ്ട് വന്നതല്ലേ, അല്ലാതെ തട്ടിക്കൊണ്ട് വന്നതൊന്നല്ലല്ലോ. വീട്ടിലെത്തട്ടെ. എന്നെ പാതി വഴിയിൽ ഇറക്കി വിട്ടു പോയ കാര്യം ഞാൻ അപ്പച്ചോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടത് ഇഷ്ടപ്പെടാതെ പെറുപുറത്തെ കൂട്ട ചുണ്ടുകളോട് മിത്ര കോളേജ് ലക്ഷ്യം വെച്ച് നടന്നു. ക്ലാസ്സിലെത്തിയൊന്നും കുട്ടികളാരും വന്നു തുടങ്ങിയില്ലാത്തത് കൊണ്ട് മിത്ര സ്ഥിരം സീറ്റായ ലാസ്റ്റ് ബെഞ്ചിൽ ബാഗ് വെച്ച് ക്ലാസ്സിന് പുറത്തിറങ്ങി ലൈബ്രറി ലക്ഷ്യം വെച്ച് നടക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് മാറിയ അലർച്ച കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കിയ മിത്ര കാണുന്നത് ഭദ്രകാളിയെ പോലെ ദേഷ്യത്തിൽ തൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന അനുരാധയാണ്. അവളുടെ വരവ് കണ്ട് മിത്ര അവിടുന്ന് ജീവനും കൊണ്ട് ഓടാൻ നിന്നതും അതിനു മുമ്പായി അനുരാധ മിത്രയുടെ കയ്യിലായി പിടിച്ചു നിർത്തിയിരുന്നു. ആ രാധു വിടടി, വേദനിക്കുന്നു. അനുരാധയുടെ പിടിയിൽ വേദനയെടുത്ത് മിത്ര അല്ലെങ്കിൽ വേദനിക്കണം, എവിടെ പോയി ചത്ത് കിടക്കാതിന് മരഭൂതമെനി, ഒരു ഫോണുള്ളതിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇതാണ് അനുരാധ എന്ന രാധു. ദാസന്റെയും നിർമ്മലയുടെയും തലയറിച്ച ഒരേ ഒരു സന്താനം, മിത്രയുടെ ഒരേ ഒരു ആത്മമിത്രം. ഡിഗ്രിക്ക് രണ്ടുപേരും ഇതേ കോളേജിലായിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് ഇരുവരുടേത്. രാധുവിന്റെ നാട് ആലപ്പുഴയാണ്. ഇവിടെ ഹോസ്റ്റലിൽ പ്രശ്നമുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങി ഒരു വീട്ടിൽ പെയിൻ ഗസ്റ്റ് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവളുടെ അമ്മ വീണ് കാലൊടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നാട്ടിൽ പോയതാണ്. അതുകൊണ്ട് തന്നെ മിത്രയുടെ വിവാഹത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് അന്നിറങ്ങിയ സംഭവങ്ങളൊന്നും അറിയത്തില്ല. അതോ, ഞാൻ ആ സിമ്മ് മാറ്റി. അനുരാധ ദേഷ്യത്തിൽ പറഞ്ഞത് കേട്ട് മിത്ര എളിയോടെ പറഞ്ഞു. സോറി എടി, നീ അമ്മക്ക് വയ്യാണ്ട് നാട്ടിലേക്ക് പോയതല്ലേ, അതുകൊണ്ട് വിളിച്ച് ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതി. അതൊക്കെ വിട്, നിന്നെ കെട്ട് കഴിഞ്ഞോ? എന്ന റിസപ്ഷൻ? നിന്റെ പ്രാണനാഥൻ വ്യാസേട്ടൻ എന്ത് പറയുന്നു? രാധുവിന്റെ ചോദ്യം കേട്ടതും മിത്രയുടെ മുഖം മങ്ങി. അന്ന് നടന്നതൊക്കെ ആലോചിച്ച് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നീ എന്തിനടി കരയുന്നത്? മിത്രയുടെ കണ്ണു നിറഞ്ഞത് കണ്ട് രാധു അല്ലായ്മയോടെ ചോദിച്ചതും മിത്ര അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കുട്ടികളൊക്കെ വന്നു തുടങ്ങിയതും രാധ മിത്രയെ ആശ്വസിപ്പിച്ച് ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി കാര്യങ്ങൾ തിരക്കിയതും മിത്രയെല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ഒപ്പം ഡേവിഡ് തന്നെ താലി കെട്ടിയതും അവരുടെ കൂടെ താമസിക്കുന്ന കാര്യവും മറച്ചു വെച്ചു. പകരം താനും വീട്ടുകാരുമായി പിണങ്ങി ബന്ധുവീട്ടിലാണ് താമസിക്കുന്നതെന്നാണ് മിത്ര പറഞ്ഞത്. ആദ്യമായി രാധയിൽ നിന്നും സത്യം മറച്ചു വെച്ചതിൽ മിത്രയ്ക്ക് കുറ്റബോധം തോന്നിയെങ്കിലും ഡേവിഡ് ആരും ഒന്നും അറിയുന്നത് പറഞ്ഞു ഓർത്തപ്പോൾ അവൾക്ക് ഇത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. എന്നാൽ ഇതേ സമയം മിത്രയെ പറഞ്ഞതൊക്കെ കേട്ട് രാധവിനും മിത്രയുടെ വീട്ടുകാരും വ്യാസനോടും കടുത്ത ദേഷ്യം തോന്നി. ശരിക്കും നിന്റെ വീട്ടുകാരും വ്യാസം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോടി? എങ്ങനെ തോന്നിയടി? നിന്റെ ഭാഗം കൂടി കേൾക്കാതെ അവർക്ക് നിന്നെ തള്ളി പറയാൻ? രാധവിന്റെ ചോദ്യം കേട്ടതും അവൾ മുഖം കുനിച്ചിരുന്നു. ആ പോട്ടെ, നീ അത് വിട്ടുകളാം. നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ട, നിനക്ക് ഞാനില്ലേ? രാധു മിത്രയുടെ കവളിൽ പിടിച്ച് വലിച്ച് ചിരിയോടെ പറഞ്ഞു. ആ, നീ കൂടെയുള്ളത് എൻ്റെ ഏറ്റവും വലിയ പേടി. എപ്പോഴാ എവിടുന്ന് അടി വരുന്നതെന്ന് പറയാൻ പറ്റില്ലേ? വള്ളി പിടിച്ച് തരുവാൻ അത്രയ്ക്ക് മിടിക്കുക നീ. മിത്ര പറഞ്ഞത് കേട്ട് രാധവനെ നോക്കി ചുണ്ടു കൂർപ്പിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, വാ നമുക്ക് ക്ലാസ്സിൽ പോകാം. വാഷ്റൂമിൽ പോയി മുഖം കഴുകി വന്ന് മിത്ര രാധുവിന്റെ കൂടെ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ചിരിയിൽ കവിഞ്ഞൊരു സൗഹൃദവും ഇരുവർക്കും ഇല്ലായിരുന്നു. അതൊരു പക്ഷെ ഇരുവർക്കും ഇടയിൽ ഇനി മൂന്നാമതൊരാൾ കടന്നു വരുമെന്ന ഭയം കൊണ്ടായിരുന്നു. ഫസ്റ്റ് ഓവർ മിസ് ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുത്തുവെങ്കിലും രണ്ടുപേരും അതൊന്നും ശ്രദ്ധിക്കാതെ ബുക്കും തുറന്നു വെച്ച് അവരുടേതായ ലോകത്തായിരുന്നു. ടീച്ചർ ഇത് കണ്ടെങ്കിലും കാര്യമാക്കിയില്ല. കാരണം രണ്ടുപേരും ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ സംസാരിച്ചിരിക്കുമെങ്കിലും പഠിത്തത്തിൽ മുന്നിലാണ്. ഇതുവരെയുള്ള കോളേജ് ടോപ്പേഴ്സിൽ മുൻപന്തിയിലാണ് രണ്ടാളും. എടി, ഇനി ആരാ? ബെല്ലടിച്ചതും മിസ് പോയതും മിത്ര ഡെസ്കിലേക്ക് തലവെച്ച് കിടന്നുകൊണ്ട് അടുത്തിരിക്കുന്ന രാധവിനോട് ചോദിച്ചു. ദുർവാസാവാണടി. രാധു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് ഒരു ബുക്കും എടുത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വന്നു. ക്ലാസ് സൈലന്റ് ആയിരുന്നു. കോളേജിൽ ഡേവിഡ് നല്ല കർക്കശക്കാരനായ ഒരു അധ്യാപകനാണ്. അതുപോലെ പഠനകാര്യത്തിൽ നല്ല സ്ട്രിക്റ്റും, ആരോടും അധികം മിണ്ടാതെ ഗൗരവത്തിൽ നടക്കും.
അതുകൊണ്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ട പേരാണ് ദുർവാസാവെന്ന്. ആളാകെ ചിരിച്ചു കണ്ടിട്ടുള്ളത് ഡേവിഡിന്റെ ഫ്രണ്ട് ധ്യാനോട് മാത്രമാണ്. ധ്യാനും ഇതേ കോളേജിലെ അധ്യാപകനാണ്. എന്തുകൊണ്ടോ മിത്രയ്ക്ക് രാധു ഡേവിഡിന് ദുർവാസാവെന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാതെ വന്നതും രാധവിന്റെ കയ്യിൽ ഒരു പിച്ചു കൊടുത്തു. എന്തടി നിനക്ക് ഭ്രാന്തായോ? രാധു മിത്ര പിച്ചിയത് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. മിണ്ടാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കടി. മിത്ര പറഞ്ഞത് കേട്ട് രാധു എന്താ അത്ഭുതം സംഭവിച്ചെന്ന മട്ടിൽ മിത്രയെ മിടിച്ചു നോക്കി. കാണാൻ കൊല്ലാം അല്ലടി, ഗ്ലാമറൊക്കെ ഉണ്ട്. താടിക്ക് കൈ കൊടുത്തിരുന്നു കൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് രാധുവളെ സംശയത്തിൽ നോക്കി. പിന്നെ ഡേവിഡിനെ നോക്കി. കറുത്ത ഷർട്ടും അതേ കരയുള്ള മുണ്ടും വെട്ടിയൊതുക്കി മീശയും താടിയും നെറ്റിയിലേക്ക് വീണ്ടെടുക്കുന്ന ചെമ്പൻ മുടിയും കുഞ്ഞിക്കണ്ണും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവവും. ക്ലാസ്സിലെ ഒട്ടുമിക്ക കുട്ടികളുടെ കണ്ണും അവന്റെ മേലാണ്. നീ പറഞ്ഞ ശരിയാ, കാണാൻ ഗ്ലാമറൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞിട്ടെന്താ, സ്വഭാവേ അത് ദുർവാസാവിന്റെ അല്ലേ? രാധു പറഞ്ഞത് കേട്ട് മിത്ര അവളെ കൂർപ്പിച്ചു നോക്കി.